സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്കുള്ള മാർഗവും അതിൻ്റെ ഉപാധിയും അതിൻ്റെ വ്യവസ്ഥയും പരിശുദ്ധ റസൂലിൻ്റെ വ്യക്തിത്വമാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഗംഭീരമായി സദസ്സ് നമ്മോട് പറയുന്ന അതിൻ്റെ ഈ വികാരസാന്ദ്രമായിട്ടുള്ള സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ലോകത്തിന് മുമ്പിൽ ഈ മഹത്തായ ആശയങ്ങൾ, ഈ മഹത്തായ ദർശനം അത് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. കലുഷമായ ഒരു ലോകത്ത്, ഹൃദയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഹൃദയമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സമ്പത്തിൻ്റെ പോരായ്മയല്ല, ഭൗതിക സൗകര്യങ്ങളുടെ പോരായ്മയല്ല. എന്തോ വലിയ കുറവ് ലോകത്ത് മനുഷ്യരാശിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനിലേക്ക്, സൂര്യനിലേക്ക് ഒക്കെ മനുഷ്യൻ കുതിക്കുന്ന കാലമാണ്. നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യവും അഭിമാനകരമെന്ന് പറയട്ടെ, അതിമഹത്തായ ഒരു ചന്ദ്രദൗത്യം നിർവഹിച്ചിട്ടുള്ള സാഹചര്യമാണ്. ലോകത്തെ പല രാജ്യങ്ങളും ശൂന്യാകാശത്തിലേക്ക് ആളുകളെ അയക്കാൻ വാഹനങ്ങൾ ഒരുക്കി വെച്ച കാലമാണ്. ശൂന്യാകാശത്ത് പോയി പാർക്കാൻ നേരത്തെ റിസർവേഷൻ നടത്താൻ കാശുള്ളവർക്ക്, പണമുള്ളവർക്ക് ബുക്കിങ്ങിന് സൗകര്യം ചെയ്തു കൊടുത്ത പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതൊന്നും വേണ്ട, അത് ശരിയല്ല, അതിനെ എതിർക്കുക എന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആകാശത്തേക്ക് കുതിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ മനുഷ്യർക്ക് ബാധ്യതയുണ്ട്. പക്ഷേ വലിയ തകർച്ചയാണ് ലോകത്ത് കാണാൻ സാധിക്കുന്നത്. വലിയ തകർച്ചയാണ്. രണ്ട് സംഗതികൾ ലോകത്തെ ഇന്ന് തുറിച്ചു നോക്കുന്നു. ഒന്ന് വയലൻസ്, അക്രമം, മറ്റൊന്ന് വൈറസ്. ഈ രണ്ടിൻ്റെയും മുമ്പിൽ പേടിച്ചു നിൽക്കേണ്ട അവസ്ഥയിലാണ് മാനവകുലം. വയലൻസ്, അക്രമം, വൈറസ്. 2 ദിവസത്തോടു കൂടി കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം എത്ര പെട്ടെന്ന് മാറി. ആശങ്കയോടുകൂടി ആളുകൾ വീണ്ടും ഒന്ന് തരിച്ചു നിന്നുപോയി. വീണ്ടും വൈറസിന്റെ ആക്രമണമാണോ? വൈറസ് എവിടുന്ന് വരുന്നു, ആരുണ്ടാക്കുന്നു, ആർക്കെതിരെ, അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അതൊക്കെ അജ്ഞാതമായ ദുരൂഹമായ കാര്യങ്ങളാണ്. ഏത് പിശാചിന്റെ ഫാക്ടറിയിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും മനുഷ്യർ അറിയാനും മനസ്സിലാക്കാനും പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മാനവരാശിക്കെതിരായ ശിഥിലീകരണത്തിന്റെ ആയുധമാണത്. മനുഷ്യർക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയുടെ ഒരു സംഗതിയാണത്. മനുഷ്യനെ നശിപ്പിക്കാനുള്ള ഒരു കണ്ടുപിടുത്തമാണത്. ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് വൈറസ്, മറുഭാഗത്ത് തുറന്ന ആക്രമണങ്ങൾ. ഇതെല്ലാം ലോകത്ത് സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനുഷ്യത്വമുള്ളവരായി ജീവിക്കുവിൻ എന്ന് ഉണർത്തിയ പുണ്യ റസൂലിനെയാണ് നാം ഓർക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാറി വരുന്ന ഈ ലോകത്ത് എത്രത്തോളം പുണ്യ റസൂലിന്റെ ചര്യകൾ, പാഠങ്ങൾ പ്രസക്തമാകുന്നുവെന്നുള്ളത് ഈ പശ്ചാത്തലം നമ്മളോട് പറയുന്നു. അപ്നെ ഹി ഘർ മേ അപ്നാ ഘർ ഡൂണ്ട്താ ഹൂ മേ എന്നൊരു ഹിന്ദുസ്ഥാനി കവിയുടെ വാക്ക് ഞാൻ ഓർക്കുകയാണ്. സ്വന്തം വീട്ടിൽ സ്വന്തം ഇടം തേടുന്നവനാണ് ഇന്ന് മനുഷ്യൻ. സ്വന്തം വീട്ടിൽ സ്വന്തം ഇടം തേടുകയാണ്. സ്വന്തം ഇടം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിതാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. മാതാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിഞ്ചോമനകൾക്ക് രക്ഷയില്ല. ദുർബലർക്ക് രക്ഷയില്ല. യുദ്ധങ്ങൾക്ക് കുറവില്ല. 21ാം നൂറ്റാണ്ടിലും നിലക്കാത്ത യുദ്ധങ്ങൾ അരങ്ങേറുകയാണ്. വംശീയതക്ക് കുറവില്ല. ഒരു വംശം മറ്റൊരു വംശത്തിനെതിരെ ശത്രുതയോടുകൂടി നീങ്ങുന്ന അവസ്ഥ ലോകത്ത് പലയിടത്തും കാണാൻ സാധിക്കുന്നു. വർഗീയത,
സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ, സാമൂഹികമായിട്ടുള്ള വിവേചനങ്ങൾ എല്ലാം ഉണ്ടായിട്ടും മനുഷ്യത്വത്തിന്റെ കുറവ് മനുഷ്യനെ അലട്ടുകയാണ്. പുതിയ പുതിയ വിദ്യാഭ്യാസ വിഷയങ്ങൾ, പുതിയ പുതിയ പഠന കോഴ്സുകൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 1-2 മാസമായിട്ട് ലോകത്തെ വലിയ ചർച്ച AI എന്ന 2 അക്ഷരമാണ്. AI എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് അതിന്റെ ഫുൾ ഫോം, അതിന്റെ പൂർണ്ണ രൂപം ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റു പലതുമായിരുന്നെങ്കിൽ ഇന്ന് അതിനെയൊക്കെ തള്ളി മാറ്റി AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വന്നിരിക്കുന്നു. നിർമ്മിത ബുദ്ധി, അതിനുവേണ്ടി മാത്രം സർവകലാശാലകളുണ്ട്. നല്ല കാര്യമാണ്. പഠനങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ പുരോഗമിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഗൾഫിൽ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര പോവുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളെ എന്റെ മനസ്സിൽ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഞാനൊരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഓടിച്ചുകൊണ്ടിരുന്ന സുഹൃത്ത് അസാധാരണമായി പെരുമാറുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ ഒന്നും കണ്ണിൽപ്പെടാത്ത, അതാണ് അസാധാരണം, പുതിയ അനുഭവം. ഏതോ സംഗതി പുതിയതായിട്ട് വരുമ്പോൾ പുതിയ അനുഭവമാണ്. ഞാനൊരിക്കൽ മലേഷ്യയിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് മൊബൈലിൽ ഒരാൾ സംസാരിക്കുന്നത് കണ്ടത്, വർഷങ്ങൾക്ക് മുമ്പ്. ഞാനാകെ അത്ഭുതപ്പെട്ടു. വയറില്ലാതെ ഇയാൾ ടെലിഫോണിൽ സംസാരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഇന്നതൊരു അത്ഭുതമുള്ള കാര്യമല്ല. ആദ്യം കാണുമ്പോൾ അത് വളരെ വിചിത്രമായിട്ടുള്ള അനുഭവമാണ്. ഈ കഴിഞ്ഞ ദിവസം, ഒരു 3-4 ദിവസം മുമ്പ് എൻ്റെ സ്നേഹിതൻ, വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരൻ, 2 കയ്യും കെട്ടിയിരുന്ന് വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് തോന്നി വളരെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണോ. അവൻ കാര്യമായി ഗൗനിക്കുന്നില്ല ഡ്രൈവിംഗ്. നോക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സ്ഥാപിതമായിട്ടുള്ള കാറാണ്. കാര്യമായ പണിയൊന്നും ഡ്രൈവർക്കില്ല, ഇരുന്നു കൊടുത്താൽ മതി. പിന്നീട് ഈ സുഹൃത്തിനോട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കണ്ണിൽ ഉറക്ക് വന്നാൽ കാറിന്റെ അകത്തിരിക്കുന്ന ഒരാളുണ്ട്, അയാൾ ഉണർത്തും. പിന്നെയും ഉറങ്ങിയാൽ പിടിച്ചു കുലുക്കും. ഒരു ആക്സിഡന്റ് ഉണ്ടായ പോലെ കാറ് ആകെ പ്രകമ്പനം കൊള്ളും. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് കാറ് സ്വയം പാർക്ക് ചെയ്യും. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. അബുദാബിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്, VC ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഞാൻ ഈ കഴിഞ്ഞ ഒരു പുസ്തകത്തിൽ വായിച്ചു. ജോൺ F. കെന്നഡി, അമേരിക്കയുടെ പ്രസിഡന്റ്, കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നുവെന്ന് പറയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മോട് പറയും. കെന്നഡി മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? നമുക്ക് ഊഹിച്ചു നോക്കാം. ഇമാജിനേഷൻ, ഭാവന, ചിന്ത. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ എന്താകുമായിരുന്നുവെന്ന് ഊഹിച്ചു പറയാൻ എൻ്റെ മുമ്പിലുള്ള കൊച്ചുകുട്ടികളായ, എൻ്റെ മുമ്പിലുള്ള സദസ്സിലെ കൊച്ചുകുട്ടികളായ വിദ്യാർത്ഥികൾക്ക് പോലും സാധിച്ചേക്കും. പക്ഷെ യന്ത്ര മനുഷ്യന് കഴിയില്ല, നിർമ്മിത ബുദ്ധിക്ക് കഴിയില്ല, ഹൃദയമില്ല, ചിന്തിക്കാൻ കഴിയില്ല. സ്വന്തം ബുദ്ധിയെ മാത്രമല്ല, സ്വന്തം ഹൃദയത്തെയും ആശ്രയിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാനവരാശി പ്രവേശിക്കാൻ പോവുകയാണ്. ഹൃദയം ആവശ്യമില്ലാത്ത ഒരു ലോകത്തേക്ക്. അതാണ് ഈ കൊല്ലത്തെ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ ഈ മഹത്തായ
താഴ്വരയിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രവാചക സ്നേഹ സമ്മേളനത്തിൽ എത്ര കൃത്രിമത്വത്തിന്റെ ഒരു ലോകത്തേക്കാണ് ലോകം കടന്നു ചെല്ലാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ മാതാവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത, പിതാവിനെ അറിയാത്ത, മക്കളെ മനസ്സിലാക്കാൻ കഴിയാത്ത, അങ്ങനെ ഓരോന്നങ്ങ് ചിന്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് പുണ്യ റസൂലിനെ മനസ്സിലാക്കാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂൽ ഒരു ദിവസം ഒരു കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വരുന്നത്. അത്ഭുതപ്പെട്ടുകൊണ്ട് അയാൾ ചോദിച്ചു, അവിടുന്ന് കുഞ്ഞുങ്ങളെ മുത്തം വെക്കാറുണ്ടല്ലേ? ദൈവദൂതൻ എന്നൊക്കെ കേട്ടപ്പോൾ ആത്മീയതയുടെ ഒരു ഗിരിശൃംഗത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ആ ഗ്രാമീണനായ സാധു മനുഷ്യൻ മനസ്സിൽ സങ്കല്പിച്ചത്. കുട്ടികൾ, കുടുംബം, സ്നേഹം, കുട്ടികളുടെ നെറ്റിയിൽ കൊടുക്കുന്ന മൃദുചുംബനം, അതൊന്നും അയാളുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൃദയത്തിൽ കാരുണ്യമില്ലാഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് അവിടുന്ന് തിരിച്ചു ചോദിച്ചത്. കരുണയില്ലാഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാരുണ്യം, ആ കാരുണ്യത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പഠിപ്പിക്കുന്ന ഓർമ്മയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. कोई गुफ्तगू है लब पे तेरा नाम आ गया है, कोई गुफ्तगू है लब पे तेरा नाम आ गया है, तेरी मदह करते करते ये मकाम आ गया है. എന്തെങ്കിലും പറയാൻ വേണ്ടി ചുണ്ടിലേക്ക് പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് അങ്ങയുടെ പേര് ചുണ്ടിൽ വരികയാണല്ലോ പരിശുദ്ധ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം കവിഞ്ഞ് കടലിൽ അലമാല പോലെ അലയിട്ടടിക്കുമ്പോൾ ചുണ്ടിൽ അങ്ങയുടെ പേര് വരികയാണല്ലോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോയി ഗുഫ്തുഗൂ ഹെ ലബ് പേ तेरा नाम आ गया है, तेरी मदह करते करते ये मकाम आ गया है. അവിടുത്തെ മദഹ് ചെയ്തിട്ടല്ലയോ ഈ മഖാമിൽ എത്തിച്ചേരുന്നത്. എന്തെങ്കിലും പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചുണ്ടിൽ വരുമ്പോഴേക്ക് ആ ചുണ്ടിന് കൈവരുന്ന പവിത്രത, ആ ചുണ്ടിന് കൈവരുന്ന ബർക്കത്ത്, അതാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും ഈ കാരുണ്യമാണ്. ആ പേരുച്ചരിക്കുമ്പോഴേക്ക് കരുണ വരും, കരുണ വരും. ഇനി ഉഹർറിജു ഹഖൽ ലഈഫൈൻ അൽ യതീം വൽ മർഅ, രണ്ട് ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു, അനാഥ കുട്ടിയും സ്ത്രീയും എന്ന് പ്രഖ്യാപിച്ച പുണ്യ റസൂൽ. ഇനി ഉഹർറിജു ഹഖൽ ലഈഫൈൻ, രണ്ട് ദുർബലർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു. ഇന്നും പെൺകുട്ടിയുടെ സ്ഥിതി കഷ്ടമാണ്, പെൺകുട്ടിയുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. രക്തബന്ധുക്കൾ പാർക്കുന്ന വീട്ടിൽ പോലും സ്വന്തം മാനം കാക്കാൻ പാതിരാവിൽ വിളക്ക് കത്തിച്ചു വെച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് പെൺകുട്ടിമാർ ലോകത്തിന്റെ പല രാജ്യത്തും മാറുന്നത് നമ്മൾ കാണുന്നു. ഈ കേരളക്കരയിൽ ഒരു പെൺകുട്ടിക്ക് ഏതാനും ആഴ്ചകൾക്കും ഉണ്ടായ പതിതോവസ്ഥ, കുറഞ്ഞ നിമിഷങ്ങളിലൂടെ അവൾ അനുഭവിച്ച മഹാപീഡനങ്ങൾ, അവൾ ആ സമയത്ത് കടന്നുപോയതും സഹിച്ചു പോയതും മനുഷ്യരാശി മുഴുവൻ നടുങ്ങേണ്ട കഷ്ടപ്പാടുകളാണ്. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളല്ലാതെ, അതിലേക്ക് ആകർഷിപ്പിക്കുന്ന നടപടികളല്ലാതെ ശാശ്വതമായ പരിഹാരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. കടുത്ത പാപങ്ങൾ വർദ്ധിച്ചു വരുന്നു. ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കരുതിക്കൂട്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു.
അടുത്ത ദിവസം ഒരു മകൻ മാതാവിനെ കൊന്നത് തീയിട്ട് ചുട്ടാണ് കൊന്നത്. ഈ കേരളക്കരയിൽ മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തല ചതച്ചരക്കുകയാണ് ആ മകൻ ചെയ്തത്. നിന്റെ മാതാവിന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം. ഒരു സദസ്സിൽ വെച്ചൊരു മനുഷ്യൻ എഴുന്നേറ്റെന്ന് ചോദിക്കുന്നു, ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടമ പാലിക്കേണ്ടത്? നിന്റെ മാതാവിനോട്. പുണ്യ റസൂലിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരോട് എന്ന് ചോദിക്കുമ്പോഴും ആവർത്തിച്ചു വരുന്നത് അതേ മറുപടിയാണ്, നിന്റെ മാതാവിനോട്. അത്ഭുതപ്പെട്ട ചോദ്യകർത്താവ് വീണ്ടും വിടാതെ പിടികൂടിക്കൊണ്ട് ചോദിക്കുന്നു, പിന്നെ ആരോട്? ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് ഒന്ന് മാതാവെന്നറിഞ്ഞ് അടുത്ത ആൾ ആരാണെന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. പക്ഷേ അവിടുന്ന് പിന്നെയും പറയുന്നു, 3 വട്ടം ആവർത്തിക്കുന്നു, നിന്റെ മാതാവിനോട്, നിന്റെ മാതാവിനോട്, നിന്റെ മാതാവിനോട്. 4ാമത് ആവർത്തിക്കുമ്പോൾ പറയുന്നു, നിന്റെ പിതാവിനോട് എന്ന്. മനുഷ്യരാശിയുടെ ഈ എളിയവൻ പറയാറുണ്ട്, മനുഷ്യരാശിയുടെ പരീക്ഷയിലെ 3 റാങ്കും അടുക്കളയിലെ കരിപിടിച്ച മെലിഞ്ഞ സ്ത്രീ കൊണ്ടുപോയി. പുണ്യ റസൂൽ 3 റാങ്കും ആ മെലിഞ്ഞ പെണ്ണിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അടുക്കളയിലെ കരിപിടിച്ച മെലിഞ്ഞ സ്ത്രീ, മാതാവ് എന്ന സ്ത്രീ, അലക്കുകാരിയായിട്ട് ചിലർ കാണുന്ന സ്ത്രീ, കൂലി കൊടുക്കാതെ അലക്കുന്ന പെണ്ണ്, കൂലി കൊടുക്കാതെ ഭക്ഷണമുണ്ടാക്കി തരുന്ന പെണ്ണ്. കാലം മാറി മാറി വരുമ്പോ ഖിയാമത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് പുണ്യ റസൂൽ എണ്ണിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഒന്നായിട്ട് എണ്ണിയത് സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കുമെന്നാണ്. അതിനൊരർത്ഥം നമ്മളൊക്കെ പറഞ്ഞു പോകുന്ന അർത്ഥമുണ്ട്. പക്ഷെ ആധുനിക ഗവേഷക പണ്ഡിതന്മാർ ആ ഹദീസിന് നൽകുന്ന മറ്റൊരർത്ഥം ഇന്ന് ചിന്തിപ്പിക്കുന്ന അർത്ഥമാണ്. സാധാരണക്കാരിൽ നിന്ന് വലിയ വലിയ നേതൃത്വത്തിലുള്ളവരും മറ്റും ഉണ്ടായിത്തീരുമെന്ന അർത്ഥത്തിൽ ആണ് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചു പോന്നതെങ്കിൽ ഇന്നതല്ല. സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കും. മാതാവിനെ അടിമയാക്കുന്ന മകളെ മാതാവ് പ്രസവിക്കും. മാതാവിനെ അടിമയാക്കുന്ന മകനെ മാതാവ് പ്രസവിക്കും. ഉമ്മയെ ചവിട്ടിത്തേക്കുന്നവനെ ആ ഉമ്മ തന്നെ പ്രസവിക്കും. അവിടുത്തെ താക്കീതുകൾക്കും അവിടുത്തെ തിരുവചനങ്ങൾക്കും ലോകം മാറുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഈ അർത്ഥതലങ്ങൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അവിടെയൊക്കെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവശരോടൊപ്പം നിലകൊണ്ടു. ദുർബലരെ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾക്കിടയിലെ ദുർബലരെ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിത്തീരുന്നത്. അവരാണ് നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളുടെ ദുർബലരെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടാണ് നിങ്ങൾക്ക് അന്നമുണ്ടായിത്തീരുന്നത്? പാവപ്പെട്ടവർ അധ്വാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന് ഭക്ഷണം കിട്ടും? പാവപ്പെട്ടവർ കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ, അവർ അധ്വാനിച്ചിട്ടില്ലെങ്കിൽ, അവർ പണിയെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആര് അന്നം തരും? ആര് നിങ്ങളെ സഹായിക്കും? നിങ്ങളുടെ ഹെൽപ്പേഴ്സ് ആരാണ് എന്ന് പുണ്യ റസൂൽ ഉന്നയിക്കുന്ന ചോദ്യം ഇന്നത്തെ ലോകത്തിന്റെ ഹൃദയത്തിൽ ചെന്ന് തറക്കേണ്ട ചോദ്യങ്ങളാണ്. ഞാൻ റസൂലുള്ളാഹിന്റെ ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മതം എന്താണെന്ന് ഒരിക്കൽ അവിടുത്തോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അത് സൽസ്വഭാവമാണ് എന്ന്. എന്താണ് മതം? മതത്തെക്കുറിച്ചൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിന് മറുപടി വിശദീകരിക്കാൻ ലോകത്തെ ഗ്രന്ഥശാലകൾ നിറച്ചു വെക്കേണ്ടി വരും. അത്രമാത്രം ഗ്രന്ഥങ്ങൾ എഴുതേണ്ടി വരും. എത്രയോ എഴുതപ്പെട്ടിരിക്കുന്നു. വാട്ട് ഈസ് റിലീജിയൻ? ഇന്നത്തെ ലോകത്തെ അലട്ടുന്ന ചോദ്യമാണ്. എന്താണ് മതം? ലോകത്ത് പ്ലസും മൈനസുമായിട്ട് മതം വലിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുകയാണ്. എന്താണ് മതം എന്ന ചോദ്യം ഇന്ന് ലോകം മുഴുവൻ ചോദിക്കുന്നു. പുണ്യ റസൂലിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം ടാബ്ലറ്റ് ഫോമിലാണ്. ഒരു ഗോരോചനാദി ഗുളികയുടെ വലിപ്പമേ ആ മറുപടിക്കുള്ളൂ. അത് സൽസ്വഭാവമാണ്, അത് ക്യാരക്ടറാണ്, നല്ല സ്വഭാവമാണ് മതം. എല്ലാവർക്കും സ്വീകരിക്കാവുന്ന മറുപടിയാണിത്.
ഏത് മതേതര രാജ്യത്തിനും സ്വീകാര്യമാണത്. ഏത് ബഹുസ്വര സമൂഹത്തിനും സ്വീകാര്യമാണത്. സൽ സ്വഭാവമുള്ളവരായി തീരുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ടവർക്ക് നൽകിയ പരിഗണനയിലൂടെ അവിടുത്തെ കാരുണ്യം എത്രമാത്രം ഹൃദയാലുത്വമുള്ളതാണെന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇദാ സനഅലി അഹദിക്കും ഖാദിമുഹു തആമഹു സുമ്മ ജാഅഹു ബിഹി, നിങ്ങളുടെ ആരുടെയെങ്കിലും സേവകൻ, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ആൾ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണവുമായി നിങ്ങളുടെ മുമ്പിലെത്തിയാൽ, ഇന്ന് ഹോട്ടലുകളിൽ പോലും ആളുകൾ ഹോട്ടൽ ജോലിക്കാരോട് ചിലപ്പോഴൊക്കെ ചിലർ പെരുമാറുന്ന രീതി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ നബി വചനം പഠിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തിയാൽ വഖദ് വലിയ ഹർറഹു വദുഖാനഹു, ആ ഭക്ഷണം ഉണ്ടാക്കിയപ്പോഴുള്ള ചൂടും പുകയും സഹിച്ച മനുഷ്യനാണ് ആ ഭക്ഷണവുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നത്. ഫലിയുഖ്ഇദ് മഅഹു, നിങ്ങൾ അയാളെ കൂടെ ഇരുത്തണം. ഫലിയകുൽ, അയാളും നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കണം. വഇൻ കാന തആമു മശ്ഫൂഹൻ ഖലീല, കൊണ്ടുവരുന്ന ഭക്ഷണം വളരെ തുച്ഛമായതാണെങ്കിൽ, കുറച്ചേ ഉള്ളുവെങ്കിൽ, ഫല്യളി ഫീ യദിഹി മിൻഹു ഉക്ലതൻ ഔ ഉക്ലതൈൻ, ഒരു പിടിയോ രണ്ട് പിടിയോ അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിന്റെ ചൂടും പുകയും സഹിച്ച് കടന്നു വരുന്ന പാവപ്പെട്ടവനെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണം. നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാളെയും നിങ്ങൾ എൻ്റെ സെർവന്റ് എന്ന് വിളിക്കരുത്. മറ്റൊരു നബി വചനത്തിൽ പുണ്യ റസൂൽ ഉണർത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ സെർവന്റ്, എൻ്റെ സേവകൻ എന്ന് വിളിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം അല്ലൈനിൽ സംസാരിക്കുകയായിരുന്നു. പരിശുദ്ധ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവികതയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു മാനവികതാ സംഗമമായിരുന്നു. വേദിയിലും ഇന്ത്യൻ സംഘടനകളുടെ നേതാക്കളും ഭാരവാഹികളും ഉണ്ടായിരുന്നു, സദസ്സിലും ഉണ്ടായിരുന്നു. ഞാൻ ഈ പരിശുദ്ധ റസൂലിന്റെ സന്ദേശങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ നബിവചനം ഉദ്ധരിച്ചു. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഓഫീസിലോ വേറെ എവിടെയോ ജോലി ചെയ്യുന്ന ആളെ സെർവന്റ് എന്ന് വിളിക്കരുത്. ഏറിപ്പോയാൽ എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ എന്ന് വിളിച്ചോളൂ, എൻ്റെ ബാലൻ എന്ന് വിളിച്ചോളൂ, എൻ്റെ കൂടെയുള്ള കുട്ടി, എൻ്റെ ബാലിക എന്ന് വിളിച്ചോളൂ. പുണ്യ റസൂൽ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഉള്ള കുട്ടി, എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ, ദാസനെന്നോ ദാസിയെന്നോ വിളിച്ചു പോകരുത്. ഇതിനേക്കാൾ വലിയൊരു, ഞാനിത് പറഞ്ഞപ്പോൾ ഞാനിത് ഓർക്കാൻ കാരണം, ഇപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർക്കാൻ കാരണം, വേദിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ പ്രസിഡന്റ്, അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ, എത്രയോ ജോലിക്കാരെ വെച്ച് വലിയ കമ്പനികൾ നടത്തുന്നവർ, കൂടെ ജോലി ചെയ്യുന്നവരെ സെർവൻസ് എന്ന് വിളിക്കരുത്. പുണ്യ റസൂലിന്റെ മനുഷ്യത്വമാണ്. ഇതൊക്കെയാണ് പരിശുദ്ധ നബി പഠിപ്പിച്ചത്. അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഷൈമ ഹലീമ സഅദിയുടെ മകളാണ്. ഹലീമ സഅദിയോടൊപ്പം പുണ്യ റസൂല് കഴിച്ചുകൂട്ടിയ കാലമുണ്ട്. ഹലീമയാണ് പുണ്യ റസൂലിന് മുല കൊടുത്തത്. അത് മുല കൊടുക്കാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചതല്ല എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭാഷ ശുദ്ധമായി സ്ഫുടമായി ഉച്ചരിക്കാനുള്ള ട്യൂട്ടറിംഗ് ആയിരുന്നു ഹലീമയുടെ കൂടെയുള്ള ജീവിതം. ഹലീമയുടെ സഅദിയ ഗോത്രം അറബ് ഭാഷ സുന്ദരമായി ഉച്ചരിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഒരു കുടുംബമായിരുന്നു. അല്ലാതെ വെറും മുല കൊടുക്കാനല്ല മാതാവായ ആമിന ബീവി ഹലീമയെ തൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. ആ താമസത്തിനിടയിൽ ഏറ്റവും നല്ല ഭാഷാ ഉച്ചാരണം സ്ഫുടതയോടെ ഫസീഹുൽ ലിസാനായിരുന്നു പുണ്യ റസൂൽ. ഒരു വാക്ക് ഉച്ചരിച്ചിട്ടേ അടുത്ത വാക്ക് പരിശുദ്ധ റസൂൽ ഉച്ചരിച്ചിരുന്നുള്ളൂ. ഓരോ വാക്കും മണി പോലെയായിരുന്നു ഉച്ചാരണത്തിന്റെ വേളയിൽ. ഏറ്റവും വലിയ വാഗ്മിയായിരുന്നു. പ്രഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ ഒരു വലിയ ജനതയെ, ഒരു സൈന്യത്തെ അഭിമുഖീകരിക്കുന്ന ക്യാപ്റ്റനെ പോലെയായിരുന്നു അവിടുത്തെ പ്രഭാഷണത്തിന്റെ ശൈലി എന്ന് അരുജന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിനിടയിലും ഒരിക്കൽ മിമ്പറിൽ കയറിയപ്പോൾ ഒരു കുട്ടി മിമ്പറിന്റെ മുമ്പിലൂടെ ഓടി വന്നു.
പുണ്യ റസൂൽ മിമ്പറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇറങ്ങി വന്ന ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെക്കുന്നു. പ്രസംഗം തുടരാൻ വേണ്ടിയിട്ട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദിയിലേക്ക് കയറുമ്പോൾ കുഞ്ഞ് പിന്നെയും ഓടി വരുന്നു. പരിശുദ്ധ നബി കുഞ്ഞിനെ പിന്നെയും എടുത്ത് വാരിയെടുത്ത് ഉമ്മ വെക്കുന്നു, താഴേക്ക് ഇറങ്ങുന്നു. ദൈവദൂതരുടെ പ്രസംഗത്തിനിടയിൽ തടസ്സം വരുത്താൻ സാധിക്കുമാറ് ആ കുട്ടി, ഒരു കുട്ടിയുടെ ഓട്ടം, മിമ്പറിൽ നിന്നിറങ്ങി വന്ന് കുഞ്ഞിനെ വാരി പുണരുന്ന പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം വലിയ പാഠങ്ങളാണ് ലോകത്തിന് നൽകിയിട്ടുള്ളത്. അഗാധമായ സ്നേഹം പരിശുദ്ധ റസൂൽ ലോകത്തിന് നൽകി. തൂ ഫഖ്ർ ഹുവാ ആദം കെ ലിയേ തഖ്ലീഖ് ഹുവാ തു കറം കെ ലിയേ. അങ്ങ് ലോകത്തിന്റെ മുഴുവൻ അഭിമാനമായില്ലയോ പരിശുദ്ധ നബിയെ? അങ്ങ് സൃഷ്ടിക്കപ്പെട്ടത് തന്നെ കാരുണ്യത്തിന് വേണ്ടിയല്ലയോ? തഖ്ലീഖ് ഹുവാ കറം കെ ലിയേ തോ ഫൈസ് റസാനെ ആലം ഹേ. അങ്ങ് ലോകത്തിന്റെ കാരുണ്യ പ്രവാഹമല്ലയോ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തോ ദാർ ഹുവേ ദർദ് ഗരീബാ ഹേ. അങ്ങ് പാവപ്പെട്ടവന്റെ കഥനമല്ലയോ പുണ്യ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് പാവപ്പെട്ടവന്റെ ഹൃദയത്തിന്റെ കഥനമല്ലയോ, പാവപ്പെട്ടവന്റെ കരളിന്റെ കഥനമല്ലയോ? തുദാർ ഹുവേ ദർദ് ഗരീബാ ഹേ. അങ്ങ് പാവപ്പെട്ടവന്റെ കരളിന്റെ കഥനമല്ലയോ പരിശുദ്ധ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് ഹിജ്റയുമായിട്ട് കടന്നു വരുമ്പോ എല്ലാവരും ഓർത്തു നിൽക്കുകയാണ്. അവിടുത്തെ വരവേൽക്കുന്നതിനു വേണ്ടി ഈ തപ്പനയുടെ മുകളിൽ പോലും കയറി ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. തലഅൽ ബദ്റു അലൈനാ എന്ന മനോഹരമായ വരികളെങ്ങും പ്രതിധ്വനിക്കുന്ന നേരമാണ്. പൗർണമി ഉദിച്ചിരിക്കുകയാണ് മദീന നഗരിയിൽ. മനുഷ്യത്വത്തിന്റെ പൗർണമിയാണ്, കാരുണ്യത്തിന്റെ പൗർണമിയാണ്, സ്നേഹത്തിന്റെ പൗർണമിയാണ്, നന്മയുടെ പൗർണമിയാണ്. മുഴുവൻ ഭൂമിയുടെ ആകാശത്തിന്റെ 7 ആകാശങ്ങളിലും പരക്കുന്ന പൗർണമിയാണ്. മിഅ്റാജ് രാവിന്റെ പൗർണമിയുടെ ഉജ്ജ്വലമായ പ്രകാശം മദീനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നുവെന്ന് നോക്കാൻ വേണ്ടി ആളുകൾ ആകാംക്ഷയോടുകൂടി ഒരുമിച്ച് കൂടിയപ്പോൾ അവിടുത്തെ മനോഹരമായ ആ മുത്തുകളെപ്പോലുള്ള വാക്കുകൾ മനുഷ്യരാശിക്ക് ലഭിക്കുകയാണ്. അത്ഇമുത്തആം വഫ്ശുസ്സലാം. നിങ്ങൾ ആളുകളെ ഭക്ഷണം കഴിപ്പിക്കൂ. യാ അയ്യുഹന്നാസ് അഫ്ശുസ്സലാം അത്ഇമുത്തആം വസ്സലാത്തു നിയാം വദ്ഖുലുൽ ജന്നത ബിസ്സലാം. ആളുകളെ ഭക്ഷണം കഴിപ്പിക്കൂ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യൂ. ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കുവിൻ, ആളുകളെ ആഹാരം കഴിപ്പിക്കുവിൻ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുവിൻ. ഹിജ്റ വരുമ്പോൾ കേട്ട ആദ്യത്തെ വാക്കാണ്. ഇന്നും ലോകത്തിന് കേൾക്കേണ്ട വാക്ക് അത് തന്നെയാണ്. എല്ലാവർക്കും ഭക്ഷണം നൽകുവിൻ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുവിൻ. ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എണീറ്റ് പ്രാർത്ഥിക്കുവിൻ. അതേതായാലും ഫർള് നിസ്കാരമല്ല, ഫർള് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാതിരാ പ്രാർത്ഥനയുടെ കാര്യം ശ്രദ്ധിക്കുവിൻ. അതിനു മുമ്പ് ആളുകളെ ആഹാരം കഴിപ്പിക്കുവിൻ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യിപ്പിക്കുവിൻ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹലീമയുടെ മകള് ഹുനൈൻ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് യുദ്ധത്തടവുകാരിയായി. ഷൈമ പരിശുദ്ധ റസൂലിനെ കുറിച്ച് അവിടുത്തെ ആളുകളോട് പറഞ്ഞു, എന്നെ നിങ്ങളുടെ നേതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകൂ. അന ഉഖ്തു സാഹിബിക്കും, ഞാൻ നിങ്ങളുടെ നേതാവിൻ്റെ പെങ്ങളാണ്. യുദ്ധത്തടവുകാരിയായി പിടിക്കപ്പെട്ട ഹലീമയുടെ മകളായ ഷൈമ പറയുകയാണ്, അന ഉഖ്തു സാഹിബിക്കും, ഞാൻ നിങ്ങളുടെ നേതാവിൻ്റെ പെങ്ങളാണ്. സഹാബികൾ ഷൈമയെ റസൂലുള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുപോയി.
എന്തൊരു ഇമ്പമുള്ള സംഭവമാണ്. ആ പേര് പോലും എന്ത് ഇമ്പമാണ്, ഷൈമ. സഅദിയയുടെ മകളാണ്, മുലകുടി ബന്ധത്തിലെ പെങ്ങളാണ്. പക്ഷേ ഹുനൈനി യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാരിയാണ്. സഹാബികൾ റസൂലുള്ളാഹിന്റെ അടുക്ക കൊണ്ടുവന്നു. യാ മുഹമ്മദ് അന ഉഖ്തുക്, ഞാൻ അങ്ങയുടെ പെങ്ങളാണ്. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് കൊച്ചു വ്യക്തിയുടെയും ഏത് കൊച്ചു പെങ്ങളുടെയും വാക്ക് കേൾക്കാൻ ഒരു കരളുള്ള പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈമ പറയുകയാണ്, ഒന്നിച്ച് മുല കുടിക്കുന്ന സമയത്ത് കൂടെ കളിച്ചപ്പോൾ വീണപ്പോൾ എൻ്റെ കയ്യിൽ വന്ന മുറിവ് കാണുന്നില്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷൈമ എന്നറിയേണ്ട താമസം തൻ്റെ തോളിലുണ്ടായിരുന്ന ഷാളെടുത്ത് പരിശുദ്ധ റസൂല് നിലത്ത് വിരിക്കുകയും ഷൈമ നീ ഈ വിരിപ്പിലിരിക്കൂ എന്ന് പുണ്യ റസൂൽ, ലോകകാരുണ്യമേ പരിശുദ്ധ റസൂൽ, മനുഷ്യത്വമേ പുണ്യ റസൂൽ. ഇവിടെ ജാതി മതമൊന്നുമില്ല. പരിശുദ്ധ റസൂലിൻ്റെ ഒരു പിതൃവ്യൻ വിശ്വാസിയായിരുന്നില്ല, മറ്റൊരു പിതൃവ്യൻ വിശ്വാസിയായിരുന്നില്ല, ഒരു ഭാര്യാപിതാവ് വിശ്വാസിയായിരുന്നില്ല. ആ ഭാര്യാപിതാവ് പലപ്പോഴും റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നു, മദീനയിൽ വന്ന് കണ്ടുപോയി മകളെ. അബൂ സുഫിയാൻ കാലങ്ങളോളം വിശ്വാസിയാകാതിരുന്ന, ഫത്ഹ് മക്ക വരെ വിശ്വസിക്കാതിരുന്ന അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ പരിശുദ്ധ റസൂലിന്റെ വീട്ടിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മാത്രം വീട്ടിൽ വന്നപ്പോൾ ഉമ്മു ഹബീബ പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ കിടക്കയിൽ വാപ്പ ഇരിക്കാൻ തുനിഞ്ഞപ്പോൾ അവിടെ ഇരിക്കരുത്, അത് റസൂലുള്ളാഹിന്റെ വിരിപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും പുലർത്തിയ മനുഷ്യത്വത്തിന്റെ ബന്ധം, മാനവികതയുടെ ബന്ധം, എല്ലാ മനുഷ്യർക്കും കാൽപ്പിച്ച ഏറ്റവും വലിയ പരിഗണന. മദീനയിലൂടെ ഒരു ജൂത സഹോദരൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു എന്നുള്ള സംഭവം ലോകപ്രസിദ്ധമാണ്. അതിനെ തുടർന്നൊരു സംഭവം ചരിത്രത്തിൽ പറയുന്നുണ്ട്. യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന വ്യാജവാദി നയിച്ച യമാമ യുദ്ധം, അയാൾ വധിക്കപ്പെട്ട യമാമ യുദ്ധം. യുദ്ധം കഴിഞ്ഞിരിക്കുന്ന വേളയിൽ ഒരു അഗ്നി ആരാധകന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 4 സഹാബികൾ എഴുന്നേറ്റു. ആ സഹാബികളുടെ പേരൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് തൊട്ട് പിറകെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ജീവിച്ചിരിപ്പുള്ള കാലമാണ്. നിരവധി സഹാബികൾ യമാമ യുദ്ധത്തിൽ ഷഹീദായി. എഴുന്നേറ്റെന്ന് ബഹുമാനിച്ചു. അപ്പോൾ ആരോ പറയുന്നുണ്ട്, അതൊരു അഗ്നി ആരാധകന്റെ മൃതദേഹമാണ്, തീയിനെ പൂജിക്കുന്ന ഒരാളുടെ ദേഹമാണ് ആ കൊണ്ടുപോണത്. അപ്പോഴാണ് എഴുന്നേറ്റ് നിന്നിട്ട് റെസ്പെക്റ്റ്, സല്യൂട്ടിന് ചെയ്യുന്ന പോലെ എഴുന്നേറ്റെന്ന് ബഹുമാനിക്കണം. അപ്പോൾ ഈ 4 സഹാബികളിൽ ഒരു സഹാബി പറയുന്നുണ്ട്, മദീനയിലൂടെ ഒരു ജൂത സഹോദരൻ്റെ, ഒരു യഹൂദിയുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ പുണ്യ റസൂൽ എഴുന്നേറ്റുന്നത് കണ്ടവരാണ് ഞങ്ങൾ. പിന്നെ പറയുന്നുണ്ട്, ആ മൃതദേഹം കണ്ണിൽ നിന്ന് മറയുന്നവരെ പുണ്യ റസൂൽ ഇരിക്കാതെ എഴുന്നേറ്റ് തന്നെ നിന്നു. ഇന്ന് മനുഷ്യന്റെ ദേഹത്തോട് പോലും കാട്ടുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ കാട്ടുന്നത്, മരണപ്പെട്ട ശേഷം കാട്ടുന്നത്, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ നബിയുടെ മഹബത്തിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകളോട് കാണിച്ച ഔദാര്യത്തെ, പുണ്യനബിയെ വധിക്കാൻ നടന്ന സുമാമ, പലതവണ വധശ്രമം നടത്തിയ സുമാമ പിടിക്കപ്പെട്ട് മദീനയിൽ കൊണ്ടുവന്ന് അയാൾക്കെതിരെ ശിക്ഷ വിധിക്കേണ്ട സമയമായി. വധശ്രമമാണ്, വല്ല കുഴപ്പമുണ്ടാക്കുക. ദൈവദൂതരെ വധിക്കാൻ ശ്രമിച്ച ആളാണ്, ദൈവദൂതരുടെ ഘാതകനാകാൻ വന്ന വ്യക്തിയാണ്. പരിശുദ്ധ റസൂൽ അയാളോട് ചോദിക്കുന്നു, സുമാമ, എന്താ നിങ്ങളുടെ സ്ഥിതി, എന്ത് വേണം? മാ ഇൻദക യാ സുമാമ എന്നാണ് റസൂലുള്ള ചോദിക്കുന്നത്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നിങ്ങളുടെ സ്ഥിതി? എന്താ വേണ്ടത്? മഹാക്രൂരനും കഠിനകൃത്യത്തിന് വന്നവനുമായ തുമാമ പറയുകയാണ്, കൊല്ലപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യനാണ് ഞാൻ. അങ്ങനെ വധിച്ചു കളഞ്ഞാൽ ന്യായമായത് മാത്രമാണ് അങ്ങ് ചെയ്യുന്നത്. ഞാൻ അങ്ങയെ വധിക്കാൻ പലതവണ ശ്രമിച്ചവനാണ്. പക്ഷേ അങ്ങനോട് ഔദാര്യം കാണിച്ചെനിക്ക് മാപ്പ് തന്നാലോ ഞാൻ നന്ദിയുള്ളവനായിരിക്കും. അങ്ങ് ഔദാര്യവാനാണല്ലോ. 3 ദിവസം പുണ്യ റസൂൽ ഒന്നും പറഞ്ഞില്ല. 3 ദിവസം പരിശുദ്ധ റസൂൽ മൗനിയായി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ ദിവസം പരിശുദ്ധ റസൂൽ വന്നുകൊണ്ട് പറഞ്ഞു, സുമാമ, നിങ്ങൾ വെറുതെ വിടുകയാണ്, നിങ്ങൾക്ക് പോകാം തുമാമ, നിങ്ങളെ മോചിപ്പിക്കുകയാണ് തുമാമ. ജഗാനേ കി ഉൻമേ കബ് തി ജുർറത്ത് ബസ് അപ്നെ കാഫൂരി ഹോണ്ട് രഖ് കർ അദബ് സെ റൂഹുൽ അമീൻ ചൂമേ മേരെ നബി കെ ഖുദൂമെ അഖ്ദസ്. അവിടുന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്താനുള്ള ധൈര്യമില്ലാതെ അതബോടുകൂടി റൂഹുൽ അമീനായ ജിബ്രീൽ എൻ്റെ നബിയുടെ പാദങ്ങളെ മുത്തം വെച്ചില്ലയോ? ജഗാനേ കി ഉൻമേ കബ് തി ജുർറത്ത് ബസ് അപ്നി കാഫൂരി ഹോണ്ട് രഖ് കർ. നബി ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്താനുള്ള ധൈര്യമില്ലാതെ ജിബ്രീൽ എന്ത് ചെയ്തുവോ? അദബ് സെ റൂഹുൽ അമീൻ ചൂമേ മേരെ നബി കെ ഖുദൂമെ അഖ്ദസ്. എൻ്റെ നബിയുടെ വിശുദ്ധ പാദങ്ങളിൽ ജിബ്രീൽ ഉമ്മ വെച്ചില്ലയോ? വോ നർം വ നാസുക് വ പ്യാരെ പ്യാരെ മേരെ നബി കെ ഖുദൂമെ അഖ്ദസ്. ആ പ്രിയപ്പെട്ട ആ ഏറ്റവും മനോഹരമായ മൃദുലമായ പുണ്യ മുഹമ്മദിൻ്റെ പാദങ്ങൾ, ഏറ്റവും മൃദുലമായ അവിടുത്തെ പാദങ്ങളിൽ അലി റളിയല്ലാഹു അൻഹുവിനോടൊരു യഹൂദ പണ്ഡിതൻ വന്ന് ചോദിച്ചു, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അന്ത്യപ്രവാചകന്റെ ചില ലക്ഷണങ്ങളുണ്ട്. പുണ്യ റസൂലിൻ്റെ വഫാത്തിന് ശേഷം നിങ്ങൾ കണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അലി റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, നല്ല ഉത്തമമായ മുഖമാണ്, ചുവന്ന കണ്ണുകളാണ്, മനോഹരമായ താടിയാണ്, വിടർന്ന നെഞ്ചാണ്, നടന്നു വരുമ്പോൾ ഒരു കുന്നിറങ്ങി വരുന്ന പോലെയാണ് പുണ്യനബിയുടെ നടത്തം. ഒരാളൊരു കുന്നിറങ്ങി വരുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ് നടക്കുക. മുന്നിൽ നിന്ന് നോക്കിയാലും ശരീരം മുഴുവൻ കാണാം, പിന്നിൽ നിന്ന് നോക്കിയാലും ശരീരം മുഴുവൻ കാണാം. അത്രയും പറഞ്ഞ അലി മൗനിയായി റസൂലുള്ളാഹിനെ ഓർത്തിരുന്നു. ഓർക്കുന്നതും പുണ്യമാണ്, തിരുരൂപം മനസ്സിൽ കാണുന്നതും പുണ്യമാണ്, ഖൽബിൽ പുണ്യനബിയെ സ്മരിക്കുന്നത് പുണ്യമാണ്. അതുകൊണ്ടാണ് ശമായിൽ എന്നൊരു വിഭാഗം തന്നെ ഹദീസിലുണ്ടായത്. പരിശുദ്ധ റസൂലിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകതകൾ ജൂത പണ്ഡിതനൊന്നും അറിയാതെ ചോദിച്ചു, എന്തെങ്ങളൊന്നും മിണ്ടാത്തത്, എന്തേ മൗനം? റസൂലുള്ളാഹിൻ്റെ ശാരീരിക പ്രത്യേകതകൾ വിവരിക്കവേ അലി ഇബ്നു അബീ താലിബ് സയ്യിദുനാ റളിയല്ലാഹു അൻഹു മൗനിയായി പോകും. പുണ്യനബി സങ്കടമാണ്, പുണ്യനബിയുടെ മഹബത്തും സങ്കടമാണ്. പുണ്യനബിയെ സ്വപ്നത്തിൽ ദർശിച്ചവരൊന്നും ചിരിച്ചിട്ടല്ല ആ കഥ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും കരഞ്ഞിട്ടാണ് ആ കഥ പറഞ്ഞത്. ജഗാതി മിമ്പർ സെ ഹുജ്റ തക് ജോ റിയാസ് ജന്നത്ത് വ ക്യൂ ന ബൻതി. മിമ്പറിൽ നിന്ന് റൗള വരെയുള്ള സ്ഥലം എന്തുകൊണ്ട് അത് സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഉദ്യാനമല്ലാതാകും? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മാബൈന ബൈത്തി വ മിമ്പരി റൗളത്തു മിൻ റിയാദിൽ ജന്ന. ആലോചിച്ചിട്ടുണ്ടാവും, ആലോചിക്കേണ്ടവരാലോചിച്ച് കാണും. മാബൈന ഖബരി വ മിമ്പരി റൗളത്തു മിൻ റിയാദിൽ ജന്ന എന്നും, എൻ്റെ മിമ്പറിനും എൻ്റെ വീടിനുമിടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഉദ്യാനങ്ങളാണ്. എന്തുകൊണ്ട് ആ സ്ഥലം മാത്രം?
അവിടെ മാത്രം എന്തുകൊണ്ട് സ്വർഗത്തിൻ്റെ ഭാഗമായി? ജഗാതി മിമ്പർ സെ ഹുജ്റ തക് ജോ റിയാസ് ജന്നത്ത് വ ക്യൂ ന ബൻതി. മിമ്പർ മുതൽ വീട് വരെയുള്ള സ്ഥലം എന്തുകൊണ്ട് സ്വർഗത്തിലെ ഉദ്യാനമാകാതിരിക്കും? വഹാം പെ കസ്റത് സെ മസ് ഹുവേ ഥേ മേരെ നബി കെ ഖുദൂമെ അഖ്ദസ്. എൻ്റെ നബിയുടെ വിശുദ്ധമായ പാദങ്ങൾ എത്ര തവണയാണ് ഈ മിമ്പറിൽ നിന്ന് വീട്ടിലേക്കുള്ള സ്ഥലത്തെ സ്പർശിച്ചത്? ആ ഒറ്റ കാരണമാണ്, വേറെ അവിടെ പ്രത്യേകിച്ചൊരു കാരണമില്ല. പരിശുദ്ധ നബി പലതവണ നടന്നുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. പലതവണ ആ പാദങ്ങൾ അവിടെ പതിഞ്ഞുപോയി. മിമ്പർ മുതൽ വീട് വരെ, ഖബർ മുതൽ മിമ്പർ വരെ. റൗളത്തും മിൻ റിയാദിൽ ജന്ന, അവിടെ ഒരിടം കിട്ടാൻ മോഹമാണ്. ഉന്തും തള്ളുമല്ലെങ്കിലും കടുത്ത ആവേശമാണ്. ലക്ഷോപലക്ഷത്തിന് ഇരിക്കാനുള്ള ഇടമില്ല. സ്നേഹത്തിൻ്റെ തുരുത്താണ്, മഹബത്തിൻ്റെ ദ്വീപാണ്. ഓരോ കാലത്ത് മസ്ജിദുൽ നബവിയിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരും. കഴിയുന്നിടത്തോളം ആളുകളെ അവിടെ അക്കമഡേറ്റ് ചെയ്യാൻ. മുമ്പൊക്കെ ചെയ്തിരുന്നത് കർട്ടൻ കെട്ടി വേർതിരിക്കും. ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഒന്നിച്ചവിടെ ആ കർട്ടൻ നീക്കുന്ന നേരത്ത് ഒരു പ്രവാഹമാണ്, ഒരു ഒഴുക്കാണ്. റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ സ്ഥാനം നേടാൻ ഒരോട്ടമാണ്, ഒരോട്ടപ്പാച്ചിലാണ്. പ്രായമെന്ന മനുഷ്യൻ, കുട്ടികൾ എല്ലാവരും ഒരുപോലെ ഓടുകയാണ്. അവിടെ ഇരിക്കണം, അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം. തുടർച്ചയായി നിസ്കരിക്കുന്ന ഒരു സഹോദരനോട് അടുത്ത് വന്നുകൊണ്ട് വേറെ ഏതോ രാജ്യത്തെ ഒരു സഹോദരൻ ചോദിക്കുന്നു, സഹോദരാ, നിങ്ങൾ കുറെ നിസ്കരിച്ചില്ലേ, ഇനി എനിക്കൊരു ചാൻസ് തരുമോ? ജഗാതി മിമ്പർ സെ ഹുജ്റ തക് വോ ജോ റിയാസ് ജന്നത്ത് വ ക്യൂ ന ബൻതി. വഹാം പെ കസ്റത് സെ മസ് ഹുവേ ഥേ മേരെ നബി കെ ഖുദൂമെ അഖ്ദസ്. എൻ്റെ നബിയുടെ പാദങ്ങൾ എത്രയോ തവണ പതിഞ്ഞ മണ്ണാണത്. ആ മിമ്പറിൽ കയറിയിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹൗദുൽ കൗസർ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഹൗദുൽ കൗസർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹൗദുൽ കൗസറും റൗളത്തും മിൻ റിയാദിൽ ജന്നയോട് ബന്ധപ്പെട്ടിട്ടാണോ? അതിൻ്റെ തൂണുകളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ബഹിഷ്തിയോം തും യെ ദേഖ് ലേനാ വഹീൻ സെ പൂട്ടേഗാ ഹൗസെ കൗസർ. അവിടുന്ന് തന്നെ പൊട്ടിവിടരാനിരിക്കുന്നതാണ് കൗസർ തടാകം. കൗസർ തടാകം. വപാക് മിമ്പർ ജഹാൻ ലഗേ തേ. പരിശുദ്ധ നബിയുടെ വിശുദ്ധ മിമ്പർ എവിടെയാണോ സ്ഥാപിക്കപ്പെട്ടത് അവിടെ തന്നെ കൗസർ തടാകവും പൊട്ടിയൊഴുകുന്ന ഇടമാണ്. മേരെ നബി കെ ഖുദൂമെ അഖ്ദസ്. എൻ്റെ നബിയുടെ പവിത്ര പാദങ്ങൾ പതിഞ്ഞ മണ്ണാണ്. ഈ മനുഷ്യത്വം, ഈ സ്നേഹം, പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരുണ്യമില്ലാത്ത ലോകത്തിന് കാരുണ്യമായിട്ട് അത് ഏൽപ്പിച്ചു കൊടുക്കണം. ബഹുസ്വരതയുടെ ലോകം പണിയണം. ഇനിയുള്ള ലോകത്തിന് ഒരേ ഒരു ആദർശമേ നടക്കൂ, ബഹുസ്വരത. എന്താ ബഹുസ്വരത? നീയും നിലനിൽക്കണം, ഞാനും നിലനിൽക്കണം, എല്ലാം നിലനിൽക്കണം. മതങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, പ്ലൂരലിസം. ഇനിയുള്ള ലോകത്തിൻ്റെ ഒരേ ഒരു നിലപാട് അതാണ്, അതായിരിക്കണം. പരസ്പരം ആദരിക്കുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ കണക്കറ്റതാണ്. 1 ഹെൽഫുൽ ഫുളൂൽ, ഒരു കരാറിൽ ഒപ്പിട്ടു. 2 ഹജറുൽ അസ്വദിന്റെ തർക്കം തീർക്കാൻ പുണ്യനബി മധ്യസ്ഥനായി. 3 ഹുദൈബിയ സന്ധി പുണ്യ റസൂൽ ഒപ്പിട്ടു. അതിനൊക്കെ പുറമെ മീസാഖുൽ മദീന, മദീനയുടെ കരാർ പുണ്യ റസൂൽ ഒപ്പിട്ടു. അത് ലോകത്തെ ആദ്യത്തെ ഭരണഘടനയാണ്. ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. മാഗ്ന കാർട്ട ഒക്കെയാണ് ലോകത്ത് എഴുതപ്പെട്ട, ആധുനിക കാലത്ത് എഴുതപ്പെട്ട ലിഖിതമായ ഭരണഘടനകൾ, മനുഷ്യന്റെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ. അതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെക്കപ്പെട്ട 40-ലേറെ വകുപ്പുകളുള്ള ദി പാക്ട് ഓഫ് മദീന,
മദീന കരാർ. അത് വിവിധ സമുദായങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള മാർഗരേഖയാണ്. ഒന്നിച്ച് പാർക്കുക. 2-3 വിഭാഗങ്ങളുമായിട്ടാണ് ആ കരാർ ഉണ്ടാക്കിയത്. ആ കരാറിൽ പങ്കാളികളായത് മുസ്ലിങ്ങൾ, യഹൂദികൾ, മക്കക്കാരായ മുശ്രിക്കുകൾ. ഈ 3 കൂട്ടർക്കും ഒരു പൊതു കരാറിൽ പരിശുദ്ധ റസൂൽ അവരെ ബന്ധിപ്പിച്ചു. സമാധാനമായിട്ട് പാർക്കാം, പരസ്പരം ഏറ്റുമുട്ടരുത്, നിങ്ങളെ എതിർക്കാൻ ആരെങ്കിലും പുറത്തു നിന്ന് വന്നാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. യഹൂദികളോട് തിരുനബി പറയുന്ന രേഖയിൽ വകുപ്പാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. നാം ഒറ്റ സമൂഹമാണ്. അതിൽ വാക്കാണ് നാം ഒറ്റ സമൂഹമാണ്. അത്ഭുതകരമാണ്. ഇന്നത്തെ ലോകം വളരെ വലിയ തോതിലുള്ള വിഭാഗീയതയിലേക്ക് കൂപ്പുകുത്തുകയാണ്. സമ്പത്തിന്റെ വിതരണത്തിൽ വിഭാഗീയതയുണ്ട്, വംശങ്ങളുടെ പേരിൽ വംശീയതയുണ്ട്, വർഗങ്ങളുടെ പേരിൽ വർഗീയതയുണ്ട്, രാജ്യങ്ങൾക്കിടയിൽ ഏറ്റുമുട്ടലിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നല്ലോ, മനുഷ്യബുദ്ധിയുടെ വലിയൊരു വികാസമാണത്. അതുകൊണ്ട് കുറെ പ്രയോജനങ്ങളുണ്ട്. പ്രയോജനമൊക്കെ ഉണ്ടാവട്ടെ. അയാളെ കൊണ്ട് എടുപ്പിക്കാവുന്ന പണിയൊക്കെ എടുപ്പിക്കാം യന്ത്രമനുഷ്യനെ കൊണ്ട്. ഇനി ലോകത്ത് പുതിയ തൊഴിലുകൾ ഉണ്ടായിത്തീരും. പഴയ പല തൊഴിലുകളും ഇല്ലാതെയായിത്തീരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറച്ചുകൂടി വ്യാപിച്ചാൽ ഇന്ന് പണിയെടുക്കുന്ന പലരെയും പിരിച്ചുവിടേണ്ടി വരും. പുതിയ തൊഴിലുകൾ ഉണ്ടാവും. അപ്പൊ വേറൊരു സംഗതിയും കൂടി ഉണ്ടാവും. പുതിയ തൊഴിലുകൾ ഉണ്ടാവുമ്പോൾ ആ പുതിയ തൊഴിലുകൾ എവിടെയാണ് കേന്ദ്രീകരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് നടക്കുന്നത്. കൂടുതൽ വിദ്യാഭ്യാസവും കൂടുതൽ ടെക്നോളജിയിൽ വൈദഗ്ധ്യവുമുള്ള സമൂഹങ്ങളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് ആളുകൾക്ക് തൊഴിലുണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? പുതിയ വിഭാഗീയതകൾ ലോകത്തുടലെടുക്കും. തൊഴിൽ മത്സരങ്ങൾ ഉണ്ടായിത്തീരും. ഡിജിറ്റൽ കോളനികൾ ഉണ്ടായിത്തീരും. ഡിജിറ്റൽ കോളനികൾ. മുമ്പ് ലോകത്തെ കോളനികളാക്കിയ കോളനി വാഴ്ച. നമ്മുടെ രാജ്യം പോലും ഒരു കോളനിയായിരുന്നു, ബ്രിട്ടീഷ് കോളനി. ഇനി പുതിയ കോളനികൾ ഉണ്ടാകാൻ പോവുകയാണ്. അത് ഡിജിറ്റൽ കോളനികളാണ്. മാത്രവുമല്ല, വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. രാജ്യങ്ങളെക്കാൾ, ഗവൺമെന്റുകളെക്കാൾ ശക്തിയും സ്വാധീനവുമുള്ള പ്രൈവറ്റ് കമ്പനികൾ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഉണ്ടായിത്തീരും. ഗവൺമെന്റുകൾ താഴെ നിൽക്കേണ്ടി വരും, ഈ കമ്പനികൾ മീതെ നിൽക്കും. പണം അവരുടെ കയ്യിൽ കേന്ദ്രീകരിക്കപ്പെടും. അത് കഴിഞ്ഞു പോയപ്പോൾ ഒരു ഉദാഹരണമുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യ കീഴടക്കാമെന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അവരോടാണ് നാം സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റുമുട്ടിയത്. ആ കാലം വരാൻ പോവാണ്. ലോകത്ത് പലയിടത്തെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വൻകിട കമ്പനികൾ വൻതോതിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനങ്ങളായി മാറുന്നു. ഗവൺമെന്റുകൾ അവരെ ആശ്രയിക്കുന്നു. ശൂന്യാകാശ സഞ്ചാരത്തിന് പോകാനുള്ള കാറും വാഹനം ഉണ്ടാക്കുന്നത് ഗവൺമെന്റുകളല്ല, പ്രൈവറ്റ് കമ്പനികളാണ്. അവർ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു ലോകത്ത് പല തോതിലുള്ള ഉച്ചനീചത്വങ്ങൾ വരുമ്പോൾ പരസ്പര ധാരണയോടെ ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്നേഹവും കാരുണ്യവുമാണ് വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കണം. ഒരു ഭക്ഷണം കഴിക്കുന്നവൻ മറ്റൊരു ഭക്ഷണം കഴിക്കുന്നവനെ വെറുക്കാതെ, ഒരു മതത്തിൽപ്പെട്ടവർ മറ്റൊരു മതത്തിൽപ്പെട്ടവരെ ശത്രുക്കളായിട്ട് കാണാതെ, ഒരു ഭാഷ സംസാരിക്കുന്നവർ മറ്റൊരു ഭാഷ സംസാരിക്കുന്നവരെ എതിരാളികളായിട്ട് കാണാതെ, നമ്മുടെ മഹത്തായ ഇന്ത്യ ലോകത്തിനെന്നും കാട്ടിക്കൊടുത്ത മാതൃക പോലെ ബഹുസ്വരത, വൈവിധ്യ സമൂഹം, പ്ലൂരൽ സൊസൈറ്റി, അതാണ് രക്ഷാമാർഗം. അതിനുവേണ്ടിയാണ് പുണ്യ റസൂൽ ഹൽഫുൽ ഫുദൂൽ ഒപ്പിട്ടത്. അത് മുസ്ലിങ്ങളും മറ്റും വിഭാഗങ്ങളും തമ്മിൽ മക്കയിലുണ്ടാക്കിയ കരാറാണ്. അന്ന് അവിടത്തേക്ക് 40 വയസ്സ് തികഞ്ഞിട്ടില്ല. അവിടുന്ന് നബിയായി നിയോഗിക്കപ്പെട്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഹുദൈബിയ സന്ധി എതിരാളികൾ എതിർപക്ഷത്തുള്ളവർ ഉന്നയിച്ച
അന്യായമായ ആവശ്യങ്ങൾ പോലും വകവെച്ചു കൊടുത്തുകൊണ്ടാണ് പുണ്യ റസൂൽ ഒപ്പിട്ടത്. അന്യായമായ ആവശ്യങ്ങൾ പോലും വകവെച്ചു കൊടുത്തു. ഒപ്പിടാൻ വേണ്ടി ഓരോരുത്തർ വരുമ്പോൾ പുണ്യ റസൂൽ പറയുന്ന വാക്കുണ്ട്, ഒട്ടകങ്ങളെ ബലി കൊടുക്കുന്ന ഒരു ഗോത്രത്തിലെ നേതാവാണ് ഒരിക്കൽ കടന്നു വരുന്നത്. പരിശുദ്ധ നബി പറയാണ് സഹാബികളോട്, ഒട്ടകത്തെ നിരക്കി നിർത്തൂ, അദ്ദേഹത്തെ ബഹുമാനിക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒട്ടകത്തെ നിരത്തി നിർത്തൂ, ജസ്റ്റ് റെസ്പെക്ട് ഹിം, അദ്ദേഹത്തെ ബഹുമാനിക്കാൻ. സുഹൈൽ ഇബ്നു അംറാണ് ഖുറൈശികളുടെ നേതാവായി വരുന്നത്. വലിയ വാഗ്മിയാണ്, അറിയപ്പെട്ട പ്രഭാഷകനാണ്. മക്കയുടെ കുന്നിന്റെ മുകളിൽ കയറി പുണ്യ റസൂലിനെ ആക്ഷേപിക്കുന്ന പതിവുള്ള സുഹൈൽ ഇബ്നു അംർ വരുന്നുവെന്ന് കേട്ടപ്പോൾ ഹബീബായ നബി സഹാബികളോട് പറയുകയാണ്, സുഹൈലാണ് വരുന്നത്, കാര്യം സഹിലാകാൻ പോവാണ്, ഒക്കെ എളുപ്പാവും. സുഹൈൽ, സഹിൽ കടന്നു വരുന്ന വലിയ എതിരാളിയാണ്. നോക്കൂ, എതിർപക്ഷത്തുള്ളവരെ എത്ര ബഹുമാനിച്ചു. എന്തൊരു പ്രതിപക്ഷ ബഹുമാനമാണ്, എന്തൊരു ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡാണ്, എത്ര വലിയ ജനാധിപത്യ ബോധമാണ്. ഇതൊക്കെയാണ് മതം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ മഹത്തായ സദസ്സിൽ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഗവേഷകരുമാണ് ഇവിടെയുള്ളത്. അത്തരം ശ്രമങ്ങൾ തുടരണം. മനുഷ്യത്വത്തിൻ്റെ ഈ പാഠങ്ങൾ ലോകത്തിന് നൽകണം. ഏറ്റവും വലിയ മൈത്രി, ഏറ്റവും വലിയ സഹാനുഭൂതി, മൃഗങ്ങളിലേക്ക് പോലും പരക്കുന്ന, പൂച്ചയ്ക്ക് വേണ്ടി വാദിക്കുന്ന പുണ്യ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പൂച്ചയെ അടിക്കാൻ വേണ്ടിയിട്ട് വടിയുമായിട്ട് വരുന്ന ആളെ കയ്യിൽ നിന്ന് വടി വാങ്ങി, തല്ലല്ലേ, മാതാവിനെ തല്ലല്ലേ എന്ന് പറഞ്ഞ് വടിയെടുത്ത ആളുടെ പിന്നാലെ വരുന്ന പുണ്യ റസൂലിനെ ഈ ലോകത്തിന് അവഗണിക്കാൻ കഴിയില്ല. മാതാവിനെ തല്ലല്ലേ, അതൊരു തള്ളപ്പൂച്ചയായിരുന്നു, അത് പ്രസവിച്ച പൂച്ചയായിരുന്നു. പ്രസവം മനുഷ്യർക്കിടയിൽ മാത്രമല്ല സ്ത്രീയെ മാതാവാക്കുന്നത്, മിണ്ടാപ്രാണികൾക്കിടയിലും പ്രസവം മാതാവിന് കാരണമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് പരിശുദ്ധ നബിക്ക് കാഴ്ചവെച്ച കുട്ടി, അള്ളാഹുവിൻ്റെ റസൂൽ തിരിച്ചു ചോദിക്കുന്നു, ഇതിൻ്റെ മാതാവ് എവിടെ, ഇതിൻ്റെ മാതാവ് എവിടെ? തള്ളപ്രാവ് തൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ കരഞ്ഞ് കരഞ്ഞ് വട്ടമിട്ട് പറക്കുന്നത് പുണ്യ റസൂൽ മനസ്സുകൊണ്ട് കാണുന്നു. കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂട്ടിൽ വെച്ച് കൊടുക്കൂ മോനെ എന്ന് പറയുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറക്കാൻ വേണ്ടിയിട്ട് ആട്ടിൻകുട്ടിയുടെ തല കാലിൻ്റെ ഇടയിലേക്ക് വെച്ചിട്ട് കത്തി മൂർച്ച കൂട്ടുന്ന മനുഷ്യനെ കാണുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ ചിലയിടത്തൊക്കെ ആളുകൾ ചെയ്യാറുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും ആട്ടിൻകുട്ടിയുടെ തല കാലിൻ്റെ ഇടയിലേക്ക് ഇറുക്കി വെച്ച്